പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ ദൈവവേദനെ. പിതാപുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മൾ വിശ്വാസ ജീവിതം എന്നും പറഞ്ഞ് ലീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും, അതിനെ ഒന്നുകിൽ പ്രാർത്ഥനാ ജീവിതമായിരിക്കും, അത് അല്ലെങ്കിൽ അനുഷ്ഠാന ജീവിതമായിരിക്കും. അപ്പോൾ വിശ്വാസ ജീവിതം ഇതൊന്നുമല്ല, ലോകത്തിൻ്റെ മേലുള്ള ഒരു വ്യക്തിയുടെ ദൈവ സ്വഭാവത്തേക്കുള്ള വളർച്ചയാണ്, ലോകത്തിൻ്റെ മേലുള്ള വിജയമാണ് നമ്മൾ ഇന്നലെ കണ്ടു. ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ 1000 കൊല്ലങ്ങളായിട്ട് സഭ എപ്പോഴും ഓരോരോ കാലത്ത് ദൈവത്തോട് അടുക്കുന്നതിന് ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും, ദൈവത്തോട് എങ്ങനെയാണ് മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുക. അത് എക്കാലത്തെയും ദൈവശാസ്ത്രമൊക്കെ വന്നതും അങ്ങനെയാ. അതുപോലെ തന്നെ ആധ്യാത്മികമായ മിഷണറീസ് വന്നതും അങ്ങനെയാണ്. ചില ഒരു പറ്റം ആൾക്കാർ ദൈവത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും അവരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയും എന്നിട്ട് ഈ മോസസിനെ പോലെ ആ ദൈവത്തെ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ കൊടുക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യരോട് ദൈവത്തെ തന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് കാലത്തിനൊപ്പം വെളിപ്പെടുത്തും. ഇപ്പം കാലത്തിനൊപ്പം വെളിപ്പെടുത്തുമ്പോഴും അതിനൊക്കെ ബേസ്മെൻ്റ് എപ്പോഴും നമുക്ക് ക്രിസ്ത്യൻസിനാണെങ്കിൽ ബേസ്മെൻറ്റ് 2 ബേസ്മെൻറ്റ് നമ്മുടെ 2 കാലും, ഒരു കാല് ചവിട്ട് നിൽക്കുന്നത് സ്ക്രിപ്ചറയിലും ഒരു കാല് ചവിട്ട് നിൽക്കുന്നത് പാരമ്പര്യത്തിലുമാണ്. രണ്ട് കാലം നമ്മൾ ചവിട്ടി, അതായത്
ഒരേ സമയം തന്നെ എഴുതപ്പെട്ട ബൈബിളും എഴുതപ്പെടാത്ത ബൈബിളും എല്ലാം ബൈബിളാണ്. പാരമ്പര്യം എന്ന് പറയുന്നത് ബൈബിളാണേ. അപ്പം ഈ എഴുതപ്പെടാത്ത ബൈബിള് ആണ് നമുക്ക് വിശിഷ്ട പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിക്കണം. അതിങ്ങനെ പകർച്ച അപ്പോസ്തലിക സഭയ്ക്ക് മാത്രമേ അതുള്ളൂ. കാര്യം അപ്പോസ്തലിക സഭ അപ്പോസ്തലന്മാർ പകർന്നു കിട്ടിയതാണ്. ഈ നമ്മുടെ നൊവേനയൊക്കെ ഇല്ലേ, നൊവേന, അപ്പോൾ നമ്മളോർക്കും അത് ഇടക്കാലം കൊണ്ടുണ്ടായതാണെന്നൊക്കെ പറയില്ലേ. എന്നൊക്കെ പറഞ്ഞ് നൊവേനയെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ അറിയാതെയൊക്കെ നൊവേനയ്ക്കെതിരെയൊക്കെ എന്തെങ്കിലും പറയും. പക്ഷെ നമുക്കൊരു എളിമയോടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നൊവേനയാണ് ആദ്യം ഉണ്ടായിരുന്നത്. 9 ദിവസം ഇല്ല അവർ അമ്മയും അപ്പോസ്തലന്മാരും കൂടി നൊവേന വെച്ചാൽ 9 എന്നല്ല അർത്ഥം. 9 ദിവസം അവർ പ്രാർത്ഥിച്ചില്ലേ. നടപടി പുസ്തകം 1:14 ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ആ 9 ദിവസം അവര് പ്രത്യേക പർപ്പസിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അമ്മയും അപ്പോസ്തലന്മാരോട് പ്രാർത്ഥിച്ചു. അതാണ് നൊവേനയുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഒരു മിഡിൽ ഏജസ് ഒക്കെ എപ്പോഴും AD 1200 കാലഘട്ടങ്ങളൊക്കെ ഒരു മിഡിൽ ഏജസ്, മധ്യകാലം. അപ്പോൾ ഡൊമിനിക്കൻസും പിന്നീട് ഈ മോഡേൺ കാലം വന്നപ്പോൾ ജസ്യൂട്ടുകളും അവർ മാതാവിൻ്റെ അപ്പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപ്പാരിഷൻ സംഭവിച്ചില്ലേ സഭയിൽ. ഇപ്പോൾ ലൂർദ് ഫാത്തിമയ്ക്ക് മുമ്പ് തന്നെ എത്രയോ അപ്പാരിഷൻസ് ഉണ്ട്. ആദ്യത്തെ അപ്പാരിഷൻ യാക്കോബ്സിലേക്ക് നൽകിയതാണ്. ആദ്യത്തെ അപ്പാരിഷൻ ആ AD 120 മറ്റേ ഉള്ളതാണ്. അപ്പോൾ മരീൻ അപ്പാരിഷൻസ് സഭക്ക് അപ്പാരിഷൻ മനസ്സിലായി. അപ്പാരിഷനിലൂടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ സഭയിൽ സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ പ്രത്യക്ഷീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഡൊമിനിക്കൻ അച്ഛന്മാരും ജസ്യൂട്ട് അച്ഛന്മാരും നൊവേനകൾ രൂപപ്പെടുത്തിയെടുത്തത്. അപ്പം ആ ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ പക്ഷെ നൊവേനയ്ക്ക് അപ്പോൾ 2000 കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും പിന്നെ ഒരു പ്രെയർ ഫോം എന്ന രീതിയിൽ ഒരു 1000-700-800 കൊല്ലത്തെ പാരമ്പര്യമാണ് നൊവേനയ്ക്കൊക്കെ ഉള്ളത്. പിന്നീട് 12-ാം നൂറ്റാണ്ടിൽ തന്നെ വന്നപ്പോൾ തന്നെ 16 നൂറ്റാണ്ടൊക്കെ വന്നപ്പോൾ ജപമാല വന്നായിരുന്നു. ജപമാല, അപ്പോൾ ജപമാല പിന്നെ വ്യാപകമായ രീതിയിൽ പ്രചരിച്ചു. പിന്നെ ജപമാലയുടെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പം കേരള സഭയിലാണെങ്കിൽ 1653 കൂനംകുരിശ് സത്യത്തിന് ശേഷം പിന്നീട് ഈ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ സഹോദരങ്ങളെ പുനരയിക്കപ്പെടാൻ സെബസ്ത്യാൻ പാതിരി വരുന്നുണ്ട്. സെബസ്ത്യാൻ പാതിരി ഇറ്റാലിയൻ മിഷണറിയാണ്. പക്ഷെ അപ്പം ഡച്ചുകാർ വരികയും അദ്ദേഹത്തിന് എമർജൻസി ആയിട്ട് പോവുകയും ചെയ്യേണ്ടി വന്നു. പക്ഷെ അപ്പോഴേ സെബസ്ത്യാൻ പാതിരി ഇവിടെ വന്നിട്ട് ഈ ഒരു കാർമലൈസ് വിക്കാരിയത്ത് റോം അദ്ദേഹത്തിന് പ്രൊപ്പഗാന്ത മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്ഥാപിച്ചു. ഇവിടുത്തെ സഭകളെല്ലാം റോമിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഭകളും വരാപ്പുഴ വികാരിയാത്തിൻ്റെ ഭാഗമായി വന്നു. പിന്നെ നമ്മളെ നയിച്ചതും ഭരിച്ചതും എല്ലാം കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയാണ്. ഇപ്പം ഞങ്ങൾക്കിവിടെ ആലപ്പുഴ കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി ഇവിടെ പ്രബലമാകുന്നതിന് മുമ്പ് തന്നെ ജസ്യൂട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ ഫോം ചെയ്ത് വന്നത്, അർത്തങ്കൽ ബേസ് ചെയ്ത്. അപ്പം അത് ഡച്ചുകാരുടെ കാലമാകുമ്പോഴാണ് അവർ തിരിച്ചു പോകേണ്ടി വരണത്. പിന്നീട് നമുക്ക് കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി വരണത്. കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയിലൂടെയാണ് നമുക്ക് സ്കാപ്പുലറും വെന്തിഞ്ഞ ആ ജപമാല മാതൃഭക്തി ശരിക്കും കേരള സഭയുടെ അടിസ്ഥാന ഘടകമാകണം. അങ്ങനെയാണ് അത് സീറോ മലബാർ ആർക്കി എപ്പാർക്കിയൊക്കെ തുടങ്ങുന്നില്ലേ, തുടങ്ങുന്നത് 923. ആ ഒരു കാലഘട്ടം വരെ സഭയിൽ ആകമാനം കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യണത്. അതിനകത്ത് ബ്രീവരി ഉണ്ടാവും, കാരുണ്യ നമസ്കാരം ഉണ്ടാവും, അതുപോലെ തന്നെ ജപമാല ഉണ്ടാവും,
പിന്നെ ഇറ്റാലിയനിൽ രൂപപ്പെട്ട് വന്ന 40 മണി ആരാധന 1829 മുതൽ ചാവറച്ചൻ്റെ 1870-75 വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം 40 മണി ആരാധനക്ക് ഭയങ്കരമായ ഒരു അനുഭവങ്ങൾ കേരള സഭയിലുണ്ടായി. അപ്പോൾ ഈ 40 മണി ആരാധന, ജപമാല, നൊവേന, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറയണില്ലേ, അതിനുശേഷം പിന്നീട് നമുക്ക് കാണുന്നത് കരിസ്മാറ്റിക് നവീകരണം. ഒരു 75 രൂപ എന്നതാണ്, 75 രൂപ. 75 രൂപയുടെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ 2015 ഏറെക്കുറെ 2015. ഇപ്പോഴും കരിസ്മാറ്റിക് നവീകരണം നടക്കുന്നുണ്ട്. കേരളത്തിൽ കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രങ്ങളുണ്ട്. കൃപാസന കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രമല്ല, അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്. അത് 2016 ആദ്യം കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രം ആയിരുന്നെങ്കിലും 2016 അത് മരിയൻ അപ്പാരിഷനോടുകൂടി അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോഴും കേരളത്തിൽ പ്രഖ്യാപിതമായ ധ്യാനകേന്ദ്രങ്ങൾ കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രമാണ്. ഇപ്പോൾ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, വിശ്വാസ ജീവിതം കാലഘട്ടങ്ങളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്നതും, ഇതിനിടയ്ക്ക് ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലത്ത് കർണക്കൊന്ത, സിസ്റ്റർ ഫൗസ്റ്റീനയുടെ കർണക്കൊന്ത ഡെവലപ്പ് ചെയ്ത് വന്നു. ഇപ്പം കർണക്കൊന്ത വരുമ്പോഴുന്ന വിഷയം അതും ഇതുപോലെ റിസൈറ്റിംഗ് ആണ്, ജപമാലയും റിസൈറ്റിംഗ് ആണ്, പ്രാർത്ഥിക്കണമാണ്. നമ്മൾ നാക്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതിൻ്റെ ഈ ഫെയ്ത്തിൻ്റെ മെക്കാനിസം നടക്കുന്നതെല്ലാം പ്രാർത്ഥന എന്നിട്ടുള്ള ഒരു മെക്കാനിസത്തിലാണ് അത് വർക്കൗട്ട് ചെയ്യണത്. അപ്പം വിശ്വാസത്തിൻ്റെ ഒരു ഘടകമാണത്, ഒരു ഘടകം, വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങൾ തലയിൽ തിക്കായിട്ടുള്ള മുടിയായതുകൊണ്ട് എന്തോരം എരിയാലും അത് പോവാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ കുഞ്ഞുങ്ങളുടെ തലയിൽ തൈലം വെഞ്ചരിച്ച തൈലം ഞാൻ തേക്കാറുണ്ട്. അങ്ങനെ വെഞ്ചരിച്ച് തൈലം തേക്കുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ ഭയങ്കരമായിട്ട് തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, മാതാവ് ഇവളുടെ തലയിലെ പേൻ പൂർണ്ണമായിട്ട് മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ തൈലം തേച്ചു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ അവൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, നാളെ ക്ലാസ്സിൽ പോകണം അമ്മ, തലയൊന്ന് ഈരമ്മയെന്ന് പറഞ്ഞു. ഞാൻ തല ഈരിയപ്പോൾ ഒരു പേൻ പോലും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അത് ചീർപ്പ് കേടായതുകൊണ്ടായിരിക്കും വിചാരിച്ച് പുതിയ ചീർപ്പ് കൊണ്ട് അവളെ തലയേരി. എന്നിട്ടും തലയിൽ നിന്ന് പേൻ ഒരെണ്ണം പോലും ലഭിച്ചില്ല. തലയിൽ നോക്കുമ്പോൾ പേനിൻ്റെ കുഞ്ഞുങ്ങൾ മുഴുക്കനും ചത്തുകൂത്തിരിക്കുകയായിരുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ അമ്മ മാതാവ് നൽകിയ അനുഗ്രഹമാണ് എനിക്ക്. പിന്നെ മൂന്നാമത്തെ അനുഗ്രഹം, എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ
എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്നത് 50 കൊല്ലമായിട്ടുണ്ടാവും. ഭയങ്കര പുകവലിയാണ് ആള്. ഒരു 2-3 കെട്ട് ബീഡിയൊക്കെ ആള് വലിക്കാറുണ്ട്. ആളുടെ റൂമിലേക്ക്, അപ്പൻ്റെ റൂമിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഭയങ്കര പുകയുടെ മണമായിട്ട് ഭയങ്കര ശ്വാസമുട്ടലാണ്. ഞാൻ അമ്മ മാതാവ് എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഡൈനിങ് ടേബിളിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഉപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉപ്പിൻ്റെ ഉള്ളിൽ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് അപ്പം കഴിച്ചു തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഒരു 3-4 മാസമായി കാണും. അപ്പൻ ഇതുവരെ പുകവലിച്ചിട്ടില്ല. അപ്പനിപ്പോൾ പുകവലിക്കുമ്പോൾ ശ്വാസതടസ്സം പോലെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പനിപ്പോൾ ഒരു 76 വയസ്സുണ്ട്. ഇതാണ് എൻ്റെ 3ാമത്തെ നിയോഗം. പിന്നെ ഞാൻ കുറച്ചൊക്കെ കേക്ക് ഉണ്ടാക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കൃപാസനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ അധ്വാനം കൊണ്ട് ഉള്ള കാശ് കൊണ്ട് എനിക്ക് കൃപാസനത്തിലേക്ക് വരണമെന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. ഏത് സമയത്ത് എനിക്ക് കേക്കിൻ്റെ ഓർഡറുകൾ ഉണ്ടായില്ലെങ്കിലും കൃപാസനത്തിലേക്ക് വരണ സമയത്ത് ഒരു 2-3 ദിവസം മുമ്പെങ്കിലും എനിക്ക് നല്ല ഓർഡറുകൾ കിട്ടും. ഞാൻ ആ കാശ് കൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. മാതാവിൻ്റെ വലതുകരത്താൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ഉള്ള ഓരോരുത്തരുടെയും വലതുകരം ചേർത്ത് പിടിച്ച് മാതാവ് നടത്തുന്ന അനുഭവം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാതാവിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ശ്രീജ. ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇവിടെ വരുന്നത്. എനിക്ക് ഇവിടെ വരാൻ വഴി അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാം, നീ പോകുമ്പോൾ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോന്നു. എൻ്റെ അച്ഛനും എൻ്റെ കൂടെ പോന്നു. ഞങ്ങൾ വൈക്കത്തെത്തിയപ്പോൾ എൻ്റെ അച്ഛന് ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും അച്ഛൻ ബസ്സിൽ നിന്ന് വീഴുകയും അങ്ങനെ എനിക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഇവിടെ വരാനുള്ള ഇടയില്ലാതെ വരികയും ചെയ്തു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അവളോട് വിളിച്ച് കരഞ്ഞു പറഞ്ഞു, എനിക്ക് ഇതിനൊന്നും വിധിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു. പക്ഷെ അവൾ എന്നെ സമാധാനിപ്പിച്ചു. സാരമില്ല ചേച്ചി, ചേച്ചി പ്രാർത്ഥിക്കുക, പിന്നെ പോയാൽ മതി എന്ന് പറഞ്ഞ് അവൾ സമാധാനിപ്പിച്ചു. അവൾ അങ്ങനെ പള്ളിയിലേക്ക് പോന്നു വന്ന്. പിന്നെ ഒരു ദിവസം അവൾ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇന്നതൊക്കെ പ്രാർത്ഥിക്കുമെന്നും പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് എങ്ങനെയെങ്കിലും അമ്മയുടെ അടുക്കൽ വരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ തന്നെ വഴി ചോദിച്ചറിഞ്ഞ് ഞാൻ ഇവിടെ പള്ളിയിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. എനിക്ക് പുറത്തേക്ക് പോകാനുള്ള എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഹോളിൽ കയറിയപ്പോൾ ഞാൻ ഒരുവിധം എല്ലാം തന്നെ പഠിച്ചിട്ടാണ് പോയത്. പക്ഷേ ഞാൻ ഹോളിൽ കയറിയപ്പോൾ എൻ്റെ ഫസ്റ്റ് പാർട്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് പാർട്ട് എനിക്ക് വളരെ പാടായിരുന്നു. എനിക്ക് എന്താണ് ചോദ്യമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കാശ് രൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കിതൊന്നും അറിയില്ല. 105 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എനിക്കതിലൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ക്വസ്റ്റ്യൻ ആണെങ്കിൽ വളരെ വലുതും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എക്സാമിനാണെങ്കിലും ഫീസ് കടം വാങ്ങിച്ചിട്ടാണ് അടച്ചത്. എനിക്ക് ഈ എക്സാം പാസ്സാകണം, അമ്മ എന്നെ സഹായിക്കണം എന്നും പറഞ്ഞ് ഞാൻ അമ്മയുടെ കാശ് രൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസറിന് ടിക്കിടുകയും അങ്ങനെ ഞാൻ എക്സാം പാസ്സാകുകയും ചെയ്തു. എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എക്സാം റിസൾട്ട് വരുന്നു എന്നിങ്ങനെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ മാതാവിൻ്റെ മുന്നിൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ എക്സാം വന്നപ്പോൾ ഞാൻ പാസ്സായി. എനിക്കിപ്പോൾ സൗദിയിലൊരു ജോലി റെഡിയായി. ഞാൻ ബുധനാഴ്ച സൗദിയിലേക്ക് പോവുകയാണ്. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. പിന്നെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട് പണി 2 വർഷമായിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ പൂർത്തിയായില്ലായിരുന്നു. പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടൊന്നും വീട് പണി പൂർത്തിയായില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ 4 മൂലയ്ക്കും ഇവിടുത്തെ നേർച്ച വസ്തുവായ ഉപ്പ് ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ വീടിൻ്റെ പണി പുനരാരംഭിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കുറേ കടങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ 6 വർഷമായിട്ടും ഞങ്ങളുടെ സ്ഥലം കൊടുക്കാൻ നോക്കിയിട്ടും നടക്കാതെ വന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ കച്ചവടം ഏകദേശം റെഡിയാകുകയും 1 വർഷത്തിനുള്ളിൽ തന്നെ അത് നടത്താമെന്നുള്ള ഒരു എഗ്രിമെൻ്റ് വെക്കുകയും ഞങ്ങൾക്ക് കുറച്ച് പൈസ തരികയും ചെയ്തു.
പിന്നെ അതുപോലെ തന്നെ വേറൊരു, അത് ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല, പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ അവൾക്ക് ജോലിയില്ലാതെ അവൾ എന്നെ വിളിച്ച് കരയുകയും ഞാൻ അവളോട് ഇവിടെ അമ്മയുടെ കാര്യം പറയുകയും എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ അവൾക്ക് പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ എങ്ങനെയാണ് ഉടമ്പടി അവിടെ നിന്ന് എടുക്കണത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ക്യാൻഡിൽ ലൈറ്റ് പ്രാർത്ഥന എടുക്കാൻ പറഞ്ഞിട്ട് അവൾ നോക്കിയിട്ട് അതൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞു, സാരില്ല, നീ വിഷമിക്കണ്ട, ഞാൻ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അവൾക്ക് പ്രാർത്ഥിക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. നീ ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മതി, നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, കഴിഞ്ഞ സെപ്റ്റംബർ 30 അവിടെ എല്ലാം കഴിയും, അതുകൊണ്ട് ചേച്ചി ഞാൻ തിരിച്ചു പോരേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, നീ തിരിച്ചു പോരേണ്ടി വരില്ല, നീ അമ്മയുടെ അടുക്കെ കരഞ്ഞ് പ്രാർത്ഥിക്ക്, നിനക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 27 ആയപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ അവൾക്ക് അവിടെ വിളിയൊന്നും വന്നില്ലല്ലോ, അവൾക്ക് ജോലി കിട്ടിയില്ലേ, അമ്മ എന്താണ് തീരുമാനിച്ചിരിക്കണമെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു. പക്ഷേ അവൾക്ക് 2 ദിവസം മുമ്പ് തന്നെ അവൾക്ക് ജോലി കിട്ടിയായിരുന്നു. അവൾ അതിനു വേണ്ടി എന്നെ വിളിച്ചായിരുന്നു, പക്ഷേ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നതുകൊണ്ട് എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അമ്മ അവൾക്കും ജോലി തന്നു. എൻ്റെ പേര് സുമ ബിജോ. ഞാൻ ചാലക്കുടിക്ക് അടുത്ത് അമ്പഴക്കാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2021 ഏപ്രിൽ 9 ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് എനിക്ക് 4 വർഷമായി ഗ്യാസ്ട്രൈറ്റിസിൻ്റെ അസുഖമുണ്ടായിരുന്നു. ഗ്യാസ് വരുമ്പോൾ എനിക്ക് നെഞ്ചു മുതൽ 2 കൈയും മുഴുവൻ വേദനയായിരുന്നു. പലവട്ടം ECG എടുത്ത് ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും 2-3 ദിവസം വേദനയുടെ ഗുളികയും ഗ്യാസിൻ്റെ ഗുളികയുമൊക്കെ കഴിച്ചിട്ടാണ് മാറാറുള്ളായിരുന്നു. ഞാൻ ഓൺലൈനിൽ പരിശുദ്ധ അമ്മയുടെ നൊവേന 9 ദിവസം കൂടുകയും രോഗശാന്തി ശുശ്രൂഷ സമയത്ത് നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അതെനിക്ക് പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പോൾ അങ്ങനത്തെ രോഗമേ എനിക്ക് വരാറില്ല. രണ്ടാമതായി ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് വളരെയേറെ കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ് ഞാൻ വന്നിരുന്നത്. മറ്റുള്ളവരായാലും ചിരിക്കുമ്പോഴൊക്കെ എനിക്ക് എന്നാണാവോ ഇങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുക എന്നൊന്ന് പോലും ആലോചിച്ച സമയത്താണ് ഞാനിവിടേക്ക് വരുന്നത്. ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിത്തുടങ്ങി. ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്കിപ്പോഴും ഉറപ്പുണ്ട്, പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്ന് എൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒന്നൊന്നായി മാറ്റി ഇപ്പോൾ നല്ല സമാധാനത്തോടു കൂടി, എനിക്ക് തന്നെ അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന്, അതുപോലെ അമ്മ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്ന് ഇപ്പോൾ സന്തോഷകരമായി ജീവിക്കുന്നു. രണ്ടാമതായിട്ട് എൻ്റെ മകന് 6 വയസ്സുണ്ട്. അവൻ നന്നായി സംസാരിക്കും, പക്ഷേ സംസാരിക്കുന്നതൊന്നും ആർക്കും തിരിയുന്നില്ലായിരുന്നു. ഞാൻ ആദ്യം വരുന്ന ദിവസം അന്ന് തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാനും ഈ മകൻ്റെ കാര്യം പറയുവാനും അവസരം ലഭിച്ചു. അപ്പോൾ ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, ഉടമ്പടി തൈലം തൊണ്ടയിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാകുമെന്ന്. അതുപ്രകാരം ഞാൻ ഉടമ്പടി തൈലം കുരിശ് വരച്ച് തൊണ്ടയിലും നാവിലും പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവനിപ്പോൾ സ്ഫുടമായി സംസാരിക്കുന്നു. മൂന്നാമതായി ഞാൻ ഒരു നേഴ്സാണ്. 2004 പഠിച്ചിറങ്ങിയതാണ്. അന്ന് മുതൽ എനിക്ക് വിദേശത്ത് ഒരു ജോലി എന്നുള്ളത് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു. 2006 ഞാൻ പരീക്ഷയൊക്കെ പാസ്സായി. ഒരു നെതർലൻഡിൽ പോകാൻ ഒരു ഏജൻസിയിലേക്ക് പൈസ കൊടുത്തെങ്കിലും 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെടുകയും പോകാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. അതുമുതൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, എന്നാണാവോ എനിക്ക് പോകാൻ പറ്റാമെന്ന്. പിന്നെ ഞാൻ എൻ്റെ കഴിവിൽ ഉറച്ചു വിശ്വസിച്ചു, എനിക്കെല്ലാം അറിയാം, നഴ്സിങ്ങിൻ്റെ പ്രാക്ടിക്കൽ ഫീൽഡായാലും തിയറി ആയാലും എനിക്കെല്ലാം അറിയാം, അപ്പോൾ ഞാൻ എവിടെ പോയാലും രക്ഷപ്പെടും എന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. പരീക്ഷകൾ എഴുതിയാലും 10 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് ഞാൻ ഫെയിലാവുമായിരുന്നു. റീവാലുവേഷന് കൊടുത്താലും എനിക്ക് കിട്ടുകയില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ വാക്കുകൾ ഞാൻ ആഴമായി ശ്രദ്ധിച്ചു തുടങ്ങിയത്. നോട്ട് ബൈ യുവർ മെറിറ്റ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒന്നുമില്ല. പിന്നെ വിശുദ്ധ ലൂക്ക 18:27 ഞാൻ ഉറച്ചു വിശ്വസിച്ചു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന്.
അപ്പോൾ എൻ്റെ കഴിവ് കൊണ്ട് ഒന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചു. മാതാവിനോട് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു തന്ന് എനിക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. എപ്പോഴും ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി ഉയർത്തണമേ എന്ന്. അതിൻ്റെ ഫലമായി ഇപ്പോൾ എൻ്റെ UK പ്രോസസ്സിംഗ് എല്ലാം ശരിയായി. ഒരു പൈസ പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ടാണ് എല്ലാം ശരിയായിരിക്കുന്നത്. വിസയും എൻ്റെ കയ്യിൽ കിട്ടി 2 ദിവസം മുൻപ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി എനിക്ക് ലഭിച്ചു. കൂടാതെ ഞാനിവിടെ ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്ന സമയത്ത് ഇവിടെ ഒരു ചേച്ചി വന്ന് സാക്ഷ്യം പറയുന്നു, എൻ്റെ കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷനും പനിയും തുടർച്ചയായി ഉണ്ടായിരുന്നത് മാറിക്കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പറഞ്ഞു, അയ്യോ എൻ്റെ മോനുമുണ്ടല്ലോ ഇങ്ങനെ തന്നെ, ഞാൻ ഇതുവരെ അതെൻ്റെ അമ്മയോട് പറയായിരുന്നേ. അപ്പോൾ എൻ്റെ മകന് എല്ലാ മാസവും 5 ദിവസം പനി വരും. ഡോക്ടേഴ്സിനെ പലവരെയും മാറി മാറി കാണിച്ചു, കുറേ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു. പക്ഷേ ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റിലൊന്നും കുഴപ്പമില്ല, റിസൾട്ട് നോർമലാണെന്നാണ് പറയണേ. പക്ഷെ അവന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും 5 മാസം ശക്തമായ പനിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, ഇത് മാറ്റി തരണമെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അതിൻ്റെ ഫലമായി കഴിഞ്ഞ വർഷം നവംബറിൽ മുതൽ ഇതേവരെ അവന് 1 മാസം വിട്ടുള്ള പനി വന്നിട്ടില്ല.